ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കർ ഹര ഹര ശങ്കർ, ജയ ജയ ശങ്കർ ഹര ഹര ശങ്കർ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഒരല്പം ഇടവേളയ്ക്ക് ശേഷമാണ് നാം വീണ്ടും കണ്ടുമുട്ടുന്നത്. ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രിയുടെ മഹത്വവും ശിവരാത്രിയുടെ തത്വവും അല്പനേരം പറഞ്ഞ ശേഷം നമുക്ക് എല്ലാവർക്കും തന്നെയും തപസ്സിലേക്കും, ഇന്ന് തപസ്സിൻ്റെ ദിവസമാണ്. ശിവരാത്രി എന്ന് പറഞ്ഞാൽ തപസ്സിൻ്റെ ദിവസമാണ്. മഹാനായ ജ്ഞാനേശ്വരൻ ശ്രീ പരമേശ്വരനെ വിശേഷിപ്പിക്കുന്നത് പരമയോഗി എന്നാണ്. പരമയോഗിയായി വിരാജിക്കുന്ന, എന്നാൽ അഖില ഭുവനത്തിൻ്റെയും രക്ഷകനും സംഹാരകനുമായിരിക്കുന്ന പരമശിവൻ. ആ പരമശിവൻ എന്ന് പറയുന്നത് തന്നെ ഉത്തമമായ മംഗളസ്വരൂപം എന്നാണ് അർത്ഥം. ശ്രീ പരമേശ്വരനെ പറ്റി അനേകം സ്തോത്രരത്നങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ശ്രീ പരമേശ്വരൻ്റെ സ്തുതികളിൽ ഏറ്റവും ഉയർന്നത് ശ്രീരുദ്രമാണ്. വേദത്തിലെ ശ്രീരുദ്ര മന്ത്രമാണ്. ജനിച്ചിട്ടോ മരിച്ചിട്ടോ ഇല്ലാത്ത, ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത പരമാത്മാവിനെ തന്നെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം ശ്രീ പരമേശ്വരൻ, ദ സുപ്രീം ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, സകല കലകളുടെയും നാഥൻ, ശ്രീവിദ്യാനാഥൻ. 64 കലകളും സൃഷ്ടിച്ച് അതിലും തൃപ്തി വരാതെ തനിക്കായി തന്നെ സൃഷ്ടിച്ച ശ്രീവിദ്യ, എല്ലാ വിദ്യകളുടെയും നാഥൻ, വിദ്യേശ്വരൻ പരമശിവനാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവ യഥാർത്ഥ സൃഷ്ടിവാദത്തെ യഥാർത്ഥ വേദാന്തം നിരാകരിക്കുകയാണ്. ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെട്ടു, അത് ഇങ്ങനെ നിലനിൽക്കുന്നു, നാനാ രൂപങ്ങളായി നാമരൂപങ്ങളായി നിലനിൽക്കുന്നു എന്ന വാദത്തെ അത് നിഷേധിക്കുകയാണ്. ഉണ്മ, ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത ഉണ്മ, അതാണ് താൻ സ്വയമെന്നൊരുവൻ കണ്ടെത്തുന്നത് വരെ അവനെ സംബന്ധിച്ച് ഈ ലോകമുള്ളതാണ്. അവനെ സംബന്ധിച്ച് ഇവിടുത്തെ കലഹങ്ങളും സുഖങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം ഉള്ളതാണ്. ദ്വൈതങ്ങൾ നിറഞ്ഞ ലോകം ദ്വൈതം അവസാനിക്കുന്നത് വരെ ഉണ്ടായിരിക്കും. വ്യവഹാരത്തിൽ ഭാവാദ്വൈതം മാത്രമേ സാധിക്കൂ. എന്താണ് ഭാവാദ്വൈതം? ഞാൻ എൻ്റെ ഗുരുവും അവതാര സ്വരൂപിണിയുമായ അമ്മയോട് ഒരിക്കൽ ചോദിച്ചു. എൻ്റെ ജെന്യൂനായ ഒരു ഡൗട്ടായിരുന്നത്, അമ്മേ, അദ്വൈതം എന്നത് ഒരു സാധാരണക്കാരന് ഒരിക്കലും അനുഭവത്തിലുള്ളതല്ല. അത് വളരെ ഉയർന്ന തലത്തിലുള്ളൊരു ചിന്തയാണ്. അതെങ്ങനെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റും? അത് സാധ്യമല്ല. ഒരു ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയ, ബോധോദയം നേടിയ ഒരു മഹാത്മാവിന് മാത്രം അനുഭവമുള്ള കാര്യമാണ് അദ്വൈതം. സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ലോകമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ശത്രുവുണ്ട്, മിത്രമുണ്ട്, എല്ലാം ഉണ്ട്. ദ്വൈതമുണ്ട് ഈ ലോകത്ത്. ഈ ലോകമുണ്ട്. അവനെ സംബന്ധിച്ച് ഈ അദ്വൈതം എന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവൻ ദ്വൈതമല്ലേ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറയും. അമ്മ പറഞ്ഞു, മോനെ, ഭാവത്തിൽ അദ്വൈതം വേണം. സാധാരണക്കാരന്, ഫോർ ദി അൺഎൻലൈറ്റൻഡ് ഓർ ദി ഇഗ്നറൻറ്റ്, സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്വൈതം ഭാവനയിലുണ്ടായിരിക്കണം. ഭാവനയിൽ ഒരു കാര്യം ശക്തമായാൽ മാത്രമേ അത് അനുഭവത്തിൽ വരൂ. അദ്വൈതം എങ്ങനെ ഭാവനയിൽ കൊണ്ടുവരാം? ഓരോ മനുഷ്യൻ്റെയും അന്തഃസത്തയിൽ താൻ തന്നെ മറ്റൊരു രൂപത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ താൻ തന്നെ മാറ്റമില്ലാതിരിക്കുന്നു.
കല്ലിൻ്റെ ഉള്ളിൽ, അമ്മ അതിന് ഉദാഹരണം പറഞ്ഞത് കല്ലിൻ്റെ ഉള്ളിൽ ശില്പമുണ്ടെന്ന് ശില്പി എങ്ങനെ കണ്ടു? ഒരു കരിങ്കല്ല് കാണുന്നു, വലിയൊരു കരിങ്കല്ല് കാണുന്നു, ഞാനും നിങ്ങളും കാണുന്നു. പക്ഷെ ഒരു ശില്പി അത് കാണുമ്പോൾ ഉടനെ അതിൻ്റെ അകത്ത് ഉണ്ടാക്കാവുന്ന ശ്രീകൃഷ്ണ രൂപമോ ഭഗവതിയുടെ രൂപമോ അല്ലെങ്കിൽ ശിവലിംഗമോ അവൻ കാണുന്ന വേറൊന്നാണ്. ഇതാണ് ഭാവാദ്വൈതം എന്ന് പറയും. ഈ ലോകം എങ്ങനെ ഇരുന്നാലും, ലോകം ദ്വൈതമായി തോന്നിയാലും ഇതിൻ്റെ അകത്ത് സത്തയായിരിക്കുന്നത് ഒന്ന് തന്നെ. അതിന് മാറ്റമില്ല. അത് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അത് ഉണ്ടായിട്ട് മറയുന്നില്ല, മറഞ്ഞിട്ട് വീണ്ടും ജനിക്കുന്നില്ല എന്ന രീതിയിൽ ഭാവാദ്വൈതം കൈക്കൊണ്ട് അത് നിരന്തരമാകുമ്പോൾ, ആ ഭാവന നിരന്തരമാകുമ്പോൾ, ഏകാഗ്രത നിരന്തരമാകുമ്പോൾ ബാഹ്യം കാണാതെ എല്ലാറ്റിൻ്റെയും അന്തസത്തയെ കാണാനുള്ള കഴിവ് സിദ്ധിക്കും. ആ കഴിവ് സ്ഥിരമാകുമ്പോൾ അതിനെയാണ് അദ്വൈത സിദ്ധി എന്ന് വിളിക്കുന്നത് എന്നമ്മ പറഞ്ഞു. അതെനിക്ക് അന്ന് വലിയൊരു റെവലേഷനായിരുന്നു, എനിക്ക് വലിയൊരു വെളിപാടായിരുന്നു അമ്മ പറഞ്ഞത്. ഇതാണ് അനേകം ഗ്രന്ഥങ്ങൾ പഠിച്ച ഒരാളേക്കാൾ അനുഭവജ്ഞാനമുള്ള ആൾ എന്നും എപ്പോഴും മികച്ചതായി തുടരും എന്ന് പറയാൻ കാരണം. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ടായിരുന്നു, ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചതാണ് ഋഷിമാരെ ഉണ്ടാക്കുന്നതെങ്കിൽ സർവകലാശാലകളിലെ ഗ്രന്ഥപുരകൾ, ലൈബ്രറികൾ വലിയ ജ്ഞാനികളായി അറിയപ്പെട്ടേനെ. അന്തസ്സത്തെ അറിഞ്ഞ ഒരു ശ്രീരാമകൃഷ്ണൻ, ആ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ അന്തസ്സത്തെ അറിഞ്ഞ് സകല ജഗത്തിലും തൻ്റെ തന്നെ ആത്മാവിനെ ധരിച്ചവനാണ്. ആ ശ്രീരാമകൃഷ്ണദേവൻ സ്കൂൾ വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലാത്തവനാണ്. പക്ഷേ ജഗത്തിൻ്റെ മുഴുവൻ സത്തയെ അനുഭവതലത്തിൽ അറിഞ്ഞതുകൊണ്ട് സദ്ഗുരുവായി തീർന്നു. ഇത് ഒരു പക്ഷേ 1000 പുസ്തകങ്ങൾ വായിച്ചവനോ 10,000 പുസ്തകങ്ങൾ വായിച്ചവനോ ഈ ഒരു അദ്വൈത സിദ്ധി ലഭിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ശിവം എന്ന് നാം പറയുന്നതും പരമശിവൻ എന്ന് പറയുന്നതും ഒക്കെ സത്യത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ അന്തസ്സത്തെ കണ്ടുപിടിക്കുന്ന ഒരു വിചിത്രമായ ലീലയുടെ ഭാഗമാണ്. ഉറക്കത്തിൽ ഒരു വ്യക്തി ഒരു മദയാന വന്നവനെ ഓടിക്കുന്നതായിട്ട് കണ്ടു. പേടിച്ചലറിക്കൊണ്ട് ഉറക്കത്തിൽ അവൻ ഭയവിഹ്വലതയോടുകൂടി ഓടുകയാണ്. അങ്ങനെ ഓടി ഓടി എവിടെയോ തട്ടിത്തടഞ്ഞ് വീഴുന്നതായിട്ട് കണ്ടു. ആ ഞെട്ടലിൽ ഉണർന്ന് വിയർത്ത് നോക്കുമ്പോൾ എല്ലാം ഒരു മാറ്റമില്ലാതെ അവിടെ ഉണ്ട്. ആനയില്ല, കാടില്ല, തട്ടിത്തടഞ്ഞ് വീണില്ല, മുറിവേറ്റില്ല. ഇതൊക്കെ അനുഭവിച്ചുവെങ്കിലും, ഇതൊക്കെ ശരിക്കും റിയലായിട്ട് അനുഭവിച്ചു. ഉറക്കത്തിലെ ആനയെ കണ്ട്, ആനയുടെ കൊമ്പ് കണ്ട്, ആനയുടെ രൂപങ്ങളെല്ലാം കണ്ട് ഭയന്ന് താൻ ഓടി. പക്ഷെ ഓടിയ ഓട്ടവും ആ വിഹ്വലതയും ഒന്നും ഉണർന്നപ്പോഴില്ല. ഉറങ്ങുന്ന സമയത്ത് ആനയും പേടിയും ഓട്ടവും വേദനയും വീഴ്ചയും എല്ലാം സത്യമായിരുന്നു. ഇതാണ് ദ്വൈതം. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തോന്നലായിരുന്നു എന്നൊരുവൻ ഉണരുന്നു. ഇത്തരത്തിൽ അന്തസ്സത്തെ കണ്ടെത്തുന്ന ഈ വിചിത്രമായ ലീല, ഇതിനെയാണ് സാധന, ഉപാസന എന്നൊക്കെ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ആരും ശ്രമിച്ചിട്ട് കിട്ടുന്ന ഒന്നല്ല ഇത്. പക്ഷെ ശ്രമിക്കാതിരിക്കാനും വയ്യ. ഈ ശ്രമം മുഴുവൻ ഭാവാദ്വൈതമായി തീരട്ടെ. ശിവരാത്രി ദിനത്തിൽ നാം എന്താണ്, ശിവരാത്രി എന്ന് പറയുമ്പോൾ ശിവരാത്രിയുടെ ഈ പ്രത്യേക ദിവസം കടന്നു പോകുമ്പോൾ നാം എന്താണ് നേടിയെടുക്കേണ്ടത്? ശിവരാത്രിയിൽ നാം നേടേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഭാവാദ്വൈതം വളർത്തിയെടുക്കുക. എല്ലാറ്റിലും ഈ പരമശിവൻ ശിവമായി തന്നെ ഓരോന്നിൻ്റെയും ബോധകേന്ദ്രമായി ശിവോഹം ശിവോഹം എന്ന രീതിയിൽ ഇത് കുടികൊള്ളുന്നു. ആനയിലും നായയിലും, നായയെ ചുട്ടുതിന്നുന്ന ചണ്ടാളനിലും പശുവിലുമെല്ലാം ഒരേ ആത്മാവ് എപ്രകാരം കുടികൊള്ളുന്നുവോ അതിനെ ദർശിക്കുന്നവനാണ് പണ്ഡിതനെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞല്ലോ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ ശ്വപാകേച പണ്ഡിതാ സമദർശിന. ആരാണ് പണ്ഡിതൻ? വിദ്യയും വിനയവും തികഞ്ഞ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും നായയെ ചുട്ടുതിന്നുന്ന ചണ്ടാളനിലും സകല ജീവജാലങ്ങളിലും ചരാചര പ്രപഞ്ചത്തിൽ ആകമാനം ഒരു ഉണ്മ നിറഞ്ഞിരിക്കുന്നു എന്ന ബോധമാർക്കുണ്ടോ, എല്ലാറ്റിനെയും തൻ്റെ തന്നെ ഭാഗമായി മിയർ റിഫ്ലക്ഷൻസ് ഓഫ് അവർ ഓൺ ട്രൂത്ത്, നമ്മുടെ സ്വന്തം സത്യത്തിൻ്റെ പ്രകാശനങ്ങളായി ജഗത്തിനെ ആര് കണ്ട് ആസ്വദിക്കുന്നു, ഭേദമില്ലാതെ ആർ എല്ലാറ്റിലും തന്നെ തന്നെ കാണുന്നു, അവനാണ് പണ്ഡിതൻ എന്ന് ഗീത പറയുന്നു. ശിവരാത്രി ദിനത്തിൽ നാം സിദ്ധിക്കേണ്ടതും ഈ അദ്വൈത സിദ്ധിയാണ്. യോഗം എന്താണ്? യോഗം
പരമശിവൻ ഉത്തമ യോഗിയാണെന്ന് അല്ലെങ്കിൽ പരമയോഗിയാണെന്ന് ജ്ഞാനേശ്വരൻ പറഞ്ഞതിനെപ്പറ്റി ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. പരമശിവൻ ഉത്തമ യോഗിയാണ്, പരമയോഗിയാണെന്ന് പറഞ്ഞു. എന്താണ് ഇതിനർത്ഥം? പരമശിവനെ സംബന്ധിച്ച് ബ്രഹ്മാവ് മുതൽ കീടം വരെയുള്ള ഒന്നിനോടും ഭേദഭാവനയില്ല. എല്ലാം തൻ്റെ തന്നെ വിവിധ പ്രകടീകരണങ്ങളാണെന്ന തോന്നൽ, അല്ലെങ്കിൽ അറിവ്, തോന്നലല്ല അറിവ്. ആ അറിവിനെയാണ് പരമശിവൻ എന്ന് വിളിക്കുന്നത്. പരമജ്ഞാനത്തെയാണ് വിളിക്കുന്നത്. അതെല്ലാവരിലും ഉണ്ട്, സമമായിട്ടുണ്ട് എന്ന് ഗീതയും പറയുന്നു. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സമമായി എല്ലാ ജീവജാലങ്ങളിലും ഈ പരമേശ്വരൻ കുടികൊള്ളുന്നു. അത് തൻ്റെ ഉള്ളിൽ അറിയണമെങ്കിൽ മൗന തപസ് അനിവാര്യമാണ്. മനസ്സെന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളാണ്, ചിന്തകൾ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളാണ്. ആ നാമരൂപങ്ങളുടെ 10,000-കണക്കിന് നാമരൂപങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് മനസ്സിനെ ഒരു വേള ശാന്തമാക്കാനുള്ള മാർഗത്തെ കണ്ടെത്തണം. അതിന് സദ്ഗുരുവിനെ സമീപിച്ച് മന്ത്രദീക്ഷ സ്വീകരിക്കണം. ആ മന്ത്രത്തെ നിരന്തരം ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അനേകം നാമരൂപങ്ങളാൽ കലങ്ങി മറിയുന്ന മനസ്സിനെ ഒരു നാമവും ഒരു രൂപവും കൊണ്ട് അരിഞ്ഞു തള്ളണം. അനേകം ചിന്തകളെ ഒരു നാമവും ഒരു രൂപവുമാകുന്ന മന്ത്രജപ വിധാനത്തിലൂടെ അരിഞ്ഞു തള്ളണം. അങ്ങനെ അവസാനം ഈ ഒരു നാമവും ഒരു രൂപവും മാത്രം നിരന്തരം അവശേഷിക്കുമ്പോൾ അതിനെ നാം ധാരണ അല്ലെങ്കിൽ ഏകാഗ്രത എന്ന് വിളിക്കുന്നു. ആ ഏകാഗ്രത യോഗാവസ്ഥയാണോ? അല്ല. ഉയർന്ന തലമാണെങ്കിലും യോഗാവസ്ഥയല്ല. ചിത്തശുദ്ധി എന്നൊക്കെ പറയാവുന്ന അവസ്ഥയാണ് ഏകാഗ്രതയുടെ. ആ ചിത്തശുദ്ധിയുടെ തലവും കഴിഞ്ഞു പോകണം. ധാരണ കഴിഞ്ഞാൽ ധ്യാനം. ധ്യാനത്തിൽ ഈ ഒരു ചിന്ത, അതായത് ഇഷ്ടദേവതയെ പറ്റിയുള്ള ഒരു ചിന്ത, ആ മന്ത്രം, അതുമില്ലാതാവും. പിന്നെയോ ആ ശൂന്യമായ മനസ്സ് ചിന്തകളില്ലാതെ ശാന്തസമുദ്രമായി വർത്തിക്കുന്നതാണ് ധ്യാനം. യാതൊരു ചിന്തയുമില്ലാതെ വർത്തിക്കുന്നതാണ് ധ്യാനം. ഈ അവസ്ഥ വലിയ അവസ്ഥയാണ്. ഈ ധ്യാനവും കടന്നൊരു പടി മേലേക്ക് പോയാലോ അത് സമാധിയാണ്. ഈ സമാധിയിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് പൂർണ്ണ യോഗത്തിലും സംഭവിക്കുന്നത്. അതറിഞ്ഞവൻ ശിവനായിത്തീരുന്നു, ശിവസ്വരൂപിയായിത്തീരുന്നു. അങ്ങനെയുള്ള ശിവസ്വരൂപി ഈശ്വരൻ നട്ട നല്ലൊരു മരം പോലെ, ഈശ്വരൻ്റെ ജടയിൽ നിന്ന് ഒഴുകി വരുന്ന ഗംഗാമാതാവിനെ പോലെ സകല ജഗത്തിനെയും ശുദ്ധീകരിച്ചുകൊണ്ട്, ശീതീകരിച്ചുകൊണ്ട്, ശാന്തി കൊടുത്തുകൊണ്ട്, തനിക്ക് എന്തെങ്കിലും സ്വാർത്ഥലാഭത്തെപ്പറ്റി ചിന്തിക്കാതെ പൂർണ്ണാനന്ദത്തോടുകൂടി ഈ ലോകത്തിന് അനുഗ്രഹമായി വർത്തിക്കുന്നു. അത്തരം മഹാത്മാക്കളെ പരമയോഗിമാർ എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് ഉയരാനുള്ള ഒരു എളിയ ശ്രമമാണ് ശിവരാത്രിയിൽ നടക്കുന്നത്. അനേകം നാമരൂപങ്ങളിൽ നിന്ന് അരൂപത്തിലേക്കുള്ളൊരു കവാടമാണ് ശിവലിംഗം. അനേകം നാമരൂപങ്ങളാണ് ഈ ലോകം. ഞാൻ, നിങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, ശത്രുക്കൾ. ഈ അനേകം നാമരൂപങ്ങളിൽ നിന്നും ഒരു വിടുതൽ, അതിന് ശിവലിംഗത്തെ ധ്യാനിക്കുന്നത് ഉത്തമ മാർഗമാണ്. എന്തെന്നാൽ ശിവലിംഗം രൂപവുമല്ല അരൂപവുമല്ല. അത് ലിംഗം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്, അടയാളപ്പെടുത്തുന്നത്, കുറിക്കുന്നത് എന്നാണ്. ശിവത്തെ സൂചിപ്പിക്കുന്നത്. ശിവമെന്നാൽ മംഗളസ്വരൂപം, അഖില ലോകത്തിനും ആധാരമായി നിൽക്കുന്ന ബോധസ്വരൂപം. ആ ശിവസ്വരൂപത്തെ ഏതൊന്നു കുറിക്കുന്നുവോ അതിനെ ശിവലിംഗം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് പരമശിവനെ മാത്രം ഇങ്ങനെ കുറിക്കാൻ കാരണം? ഇത് ധ്യാനമാർഗമാണ്, യോഗമാർഗമാണിത്. ശൈവമെന്നാൽ യോഗമാർഗമാണ്. പ്രാണനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യോഗി, പ്രാണന്റെ അതേ മൂലത്തിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന മറ്റൊന്നാണ് മനസ്സ്. ആ മനസ്സിനെയും അടക്കുന്നു. രണ്ടും ഒടുവിൽ ജ്ഞാനം കൊണ്ട് ഭസ്മമായി പോകുന്നു. മനസ്സും പ്രാണൻ അടങ്ങുന്നു എന്നർത്ഥം. മനസ്സും പ്രാണനും അടങ്ങിയാൽ അപ്പോൾ ധ്യാനമായി. ആ ധ്യാനത്തിൽ നിന്ന് ഉയർന്ന് സ്വരൂപനിഷ്ഠ, തൻ്റെ ഉണ്മയിലുള്ള ഇരിപ്പ്, ബീയിങ്, അതാണ് ശിവം. അതിലേക്ക് ഉയരാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ശിവലിംഗത്തെ ധ്യാനിക്കൽ. ശിവലിംഗത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ
രൂപങ്ങളെല്ലാം താനേ മറയുന്നു. ഒരു രൂപമാണെന്നോ അല്ലെന്നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലിംഗാകൃതി, അണ്ഡാകൃതി, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ രൂപങ്ങളിൽ നിന്നും അരൂപത്തിലേക്കും സ്വരൂപത്തിലേക്കും കടത്തിവിടാൻ പ്രാപ്തമായ അതിശക്തമായ ഒരു ധ്യാനമുറയാണ്. അതിൻ്റെ തുടക്കം ശരീരശുദ്ധിയാണ്. ശരീരം ശുദ്ധമാക്കിയിരുന്നാൽ, ശരീരം ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ആഹാരശുദ്ധി പാലിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്താൽ ആ പ്രാണായാമത്തിൻ്റെ നൈരന്തര്യത്തിലൂടെ മനസ്സും അടങ്ങുകയും തുടർന്ന് ഗുരുകൃപയാൽ മാത്രം ഈ രൂപാരൂപം അല്ലെങ്കിൽ വ്യക്താവ്യക്തം എന്ന ലിംഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ സ്വരൂപ ദർശനത്തിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണ സ്വരൂപനിഷ്ഠയിലേക്ക് ഒരുവൻ ഉയരുന്നു അല്ലെങ്കിൽ അമരുന്നു. ആഴണം വാഴണം സുഖം എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ തൻ്റെ ഉണ്മയിൽ താൻ ആഴ്ന്നാഴ്ന്നാഴ്ന്ന് അതിൻ്റെ അടിത്തട്ടായി വർത്തിക്കാൻ തുടങ്ങും. ബീയിങ് ആണ്, ബിക്കമിങ് അല്ല. ബീയിങ് ദറ്റ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്, ബീയിങ് ദ ട്രൂ സെൽഫ്, ബീയിങ് ശിവ ഹിംസെൽഫ്. അതിനുള്ള ഒരു ധന്യരാത്രിയാണിത്. അത് പാഴാക്കിക്കളയരുതേ മിത്രങ്ങളെ. നിങ്ങൾ ഈ രാത്രിയിൽ ലോകത്തെ ഏറ്റവും വിശുദ്ധമായ വേദത്തിൻ്റെ ഹൃദയമിടിപ്പായ പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ ജപിച്ചുകൊണ്ട് ഉണർന്നിരിക്കൂ. ഈ ഉണർവ് നിങ്ങൾക്ക് ശീലമാവട്ടെ. നിങ്ങളുടെ ശരീരം ഉറങ്ങുമ്പോഴും ഉണ്മ ഉണർന്നിരിക്കട്ടെ, ഉണർന്നിരിക്കുന്നുവെന്ന ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇതാണ് ഭാവാദ്വൈതം. ഭാവാദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്കുള്ള ഈ ശിവരാത്രി നമുക്ക് ശിവസ്വരൂപം തുറന്നു തരട്ടെ. അവിടെ നിഷ്ഠയായി അതായിരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഗുരുക്കന്മാരുടെയും ഗുരുവായ, പരമഗുരുവിനും ഗുരുവായ, ദേവന്മാർക്കും ദേവനായ, അസുരന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും നാഗങ്ങളും സകല ജീവജാലങ്ങളും പ്രാർത്ഥിക്കുന്ന പരമശിവനെ ആരാധിച്ച് നാം ഉയരട്ടെ എന്നെല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിനഃ ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് മുതലിടുന്ന ഇത്തരം ജ്ഞാന വിചാര സത്രങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനവിചാര സത്സംഗങ്ങൾ, അതിന് ഞാൻ സൈപ്പിയൻസ് എന്ന പേരിട്ടുകൊണ്ട് ഒരു ടോക്ക് സീരീസ് ആയിട്ട് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മുതൽ പ്രതിവാരം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ വേദങ്ങൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ അക്ഷയ ജ്ഞാന ഖനികളെല്ലാം നിങ്ങളുമായി പങ്കിടാനും പൗരസ്ത്യവും പാശ്ചാത്യവുമായ സാഹിത്യകൃതികളെയും അവയുടെ സാഹിത്യ വിമർശത്തെയും എല്ലാം പഠിക്കാൻ നമുക്ക് ഗുണം വരും വിധം ടോക്ക് ഷോകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, സാഹിത്യം, സിനിമ, രാഷ്ട്രീയം, പൊതുകാര്യം, ആത്മീയത എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. സംഗീതം. എനിക്ക് അറിയാവുന്ന എല്ലാ വിദ്യകളും നിങ്ങളോടൊപ്പം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പരാപര ഗുരുവായ പരമശിവൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമസ്കാരം.